So hi all, it's me Muhammad Najib Nazar again. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ലൈവ് ട്രേഡിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ആദ്യത്തെ ലൈവ് ട്രേഡിംഗ് എപ്പിസോഡ് എന്ന് പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും എന്നോട് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ സൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാര്യം നമ്മുടെ ഫസ്റ്റ് ലൈവ് ട്രേഡിംഗ് ആയിട്ട് ഇത് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇവിടെ ക്യാമറ എങ്ങനെ വെച്ച് എടുക്കണം, നമ്മൾ പറയുന്നതും കിട്ടണം, ചാർട്ടിൻ്റെതും കിട്ടണം. അപ്പോൾ അത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് ആദ്യത്തെ ഒരു ഇതാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പോരാക്കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നെക്സ്റ്റ് ടൈം മുതൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് തന്നെ ഇനി തൊട്ടുള്ള ലൈവ് ട്രേഡിംഗ് എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പേഴ്സണലി അയച്ചു, സാറേ ഒന്ന് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ബ്രോ ഒരു ലൈവ് ട്രേഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കുന്നു. പക്ഷേ ആ പറഞ്ഞവർക്ക് പോലും സാറ്റിസ്ഫൈ ആവുമോ എന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ എൻ്റെ അടുത്ത് എക്സിറ്റ് എടുത്ത് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു പോരാക്കുറവായിട്ട് എല്ലാവരും ക്ഷമിക്കുക. എന്നാലും എല്ലാവരുടെയും റിക്വസ്റ്റ് പോലെ ഒരു ലൈവ് ട്രേഡിംഗ് എപ്പിസോഡാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് തന്നെ കൂട്ടിക്കും. അപ്പോൾ ഇതിനകത്ത് അതിന് മുന്നേ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം രാവിലെ ഒരു 9:45 10 മണിയായപ്പോൾ തന്നെ ഞാനൊന്നും പറയുന്നതല്ല, ടൈം അടക്കം ടെലഗ്രാമിൽ തന്നെ അവൈലബിൾ ആണ്. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദ സീക്രട്ട് പിവട്ട് എന്ന് തന്നെയാണ് നമ്മുടെ പേര്. അതുപോലെ TSP എന്ന് പറഞ്ഞൊരു പബ്ലിക് ഗ്രൂപ്പ് നമുക്കുണ്ട്. അവിടെ നമ്മൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. അതിൻ്റെ എല്ലാ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതുപോലെ അത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 10 മണി 10:15 സമയത്ത് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നെൻ്റെ വ്യൂ എന്താണ്, എവിടെ തട്ടിയിട്ട് അത് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്, ഏത് പോയിന്റ് റെസ്പെക്ട് ചെയ്യാനാണ് കൂടുതൽ സാധ്യത, അത് റെസ്പെക്ട് ചെയ്താൽ എവിടം വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ അത്രയും നേരത്തെ ലൈവ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഞാനൊരു 10-15 മിനിറ്റത്തേക്ക് ജസ്റ്റ് ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് ഞാനങ്ങ് ഇറങ്ങി. കാര്യം അല്ലാതെ എൻ്റെ അന്ന് വൈകിട്ട് വരെ എനിക്കിരുന്ന് പ്രോഫിറ്റ് എടുക്കാനുള്ളൊരു സാധാരണഗതിയിൽ ഞാൻ അങ്ങനെയാണ് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തത്, ഞാൻ അങ്ങനെയാണ് എടുക്കാറ്. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ചെറിയ പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, കാര്യം നമ്മളൊരു ലൈവ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ 10-15 മിനിറ്റിനിടയിൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മളിന്ന് എടുത്തത്. ഒറ്റ ലോട്ടേ ഞാൻ എടുത്തോളൂ, ജസ്റ്റ് 25 ക്വാണ്ടിറ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിലാണ് എടുത്തത്. കറക്റ്റ് ഏത് പോയിന്റിൽ എത്തിയിട്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ 10:10 തന്നെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ അതേ പോയിന്റിൽ ഞാൻ പറഞ്ഞ പോയിന്റിൽ തന്നെ ഞാൻ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തിട്ടു. അവിടെ നിന്ന് എൻ്റെ ഓർഡർ പ്ലേസ് ആയി. അവിടെ നിന്ന് എനിക്ക് വേണം ഇനിഷ്യൽ ലോ ആയിരുന്നു ഞാൻ പറഞ്ഞത്, പക്ഷേ ഞാൻ അതുവരെ ഒന്നും വരുന്നില്ല. ജസ്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു 3000 എബോ പ്രോഫിറ്റ് എത്തിയപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ആയി. അപ്പോൾ അത് ഇന്ന് വൈകിട്ട് വരെ വെച്ചുകൊണ്ടിരുന്നത് ഹ്യൂജ് പ്രോഫിറ്റ് എനിക്ക് ഇന്നത്തേക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഒരു ലൈവ് ട്രേഡിംഗ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് 15 മിനിറ്റ് കൊണ്ട് തന്നെ കാര്യങ്ങൾ എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അപ്പോൾ ഞാനിപ്പം നിങ്ങൾ കാണുന്നവർ ചിന്തിക്കും ഞാൻ എന്താ ഇപ്പോൾ ഫ്യൂച്ചേഴ്സോ ഓപ്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണോ ചെയ്യുന്നതെന്ന്. ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഒക്കെ ഉടനെ നമ്മുടെ അടുത്ത സീരീസിലോട്ട് അടുത്ത സെഗ്മെൻറ്റിലോട്ട് നമ്മൾ കടക്കുമ്പോൾ എക്വിറ്റിയുടെ നമ്മൾ ഇനി 1-2 വീഡിയോ കൊണ്ട് നമ്മൾ നിർത്തും. ഇപ്പോഴത്തെ നമ്മുടെ നിർത്തും മീൻസ് നമ്മുടെ കഴിയും നമ്മുടെ ടോപ്പിക്കെല്ലാം. പിന്നെ നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസാണ്. പിന്നെ ഓൾറെഡി അതറിയാവുന്നവർക്ക് ഇപ്പോൾ മനസ്സിലാവും. അതുപോലെ ഇനി അറിഞ്ഞൂടാത്തവരാണ് ടെൻഷൻ ആവേണ്ട. നമ്മുടെ ഒരു 2-3 ടോപ്പിക്ക് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലോട്ട് കിടക്കും. പിന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചത് പ്രകാരമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇന്ന് തന്നെ ഫോർ എക്സാമ്പിൾ ഒരാൾ CV എന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു പുള്ളി നെയിം കൊടുത്തേക്കുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്തൊരു സംശയം ചോദിച്ചു, എന്താണ് ഹിന്ദുസ്ഥാൻ യൂണിയർ ലിമിറ്റഡിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിയർ ലിവർ അതിൻ്റെ വ്യൂ എന്താണെന്നുള്ളത്. അത് നിങ്ങൾക്ക് ദാണ്ട് ഇവിടെ കാണാം. ഇപ്പോൾ ഞാനത് കൊടുത്തേക്കാം, ടെലഗ്രാമിൽ ഞാൻ ഒരു കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സംഭവം പുള്ളി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡി പ്രകാരം എന്താണെന്നുള്ളത്. ബാക്കിയുള്ളവർ പറയുന്നത് എനിക്കറിയില്ല, മേ ബി ചിലപ്പം റാലി നടക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ അല്ല. ഞാനൊരു പോയിന്റ് പുള്ളി എടുത്ത് രാവിലെ പുള്ളി എൻ്റെ അടുത്ത് 9:31 ചോദിക്കുന്നത്. ഞാൻ 9:33 തന്നെ പുള്ളിക്ക് റെസ്പോണ്ട് ചെയ്തായിരുന്നു. അപ്പം ഇന്ന പോയിന്റിൽ എത്തുമ്പോൾ അവിടുന്ന് റിവേഴ്സ് ആവാനാണ് ബ്രോ സാധ്യത. അത് ബ്രേക്കായി നല്ലൊരു ക്യാൻഡിലാണെങ്കിൽ മാത്രമേ അതിന് ഹൈ ചാൻസ് ഉള്ളൂ. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി അത് സ്റ്റിഫ് റെസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ആക്ട് ചെയ്യാനാണ് സാധ്യത. എക്സാക്ട്ലി എന്താണോ ഞാൻ പറഞ്ഞ പോയിന്റ് ആ പോയിന്റിൽ ഇടിച്ച് തന്നെ തിരിച്ചിറങ്ങി നല്ല രീതിയിൽ പുള്ളി ഏതോ ഒരു കോൾ ഓപ്ഷൻ അങ്ങോട്ട് വാങ്ങിച്ചിട്ടിരുന്ന വ്യക്തിയാണ്. അതിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പുള്ളി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പുള്ളിക്ക് ഇന്ന് നല്ലൊരു ലോസ് ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചാർട്ടോടെ ഞാനിവിടെ കൊടുത്തേക്കാം. ആ ബ്ലാക്ക് ലൈൻ ഞാൻ കൊടുത്തേക്കുന്നതാണ് എക്സാക്ട്ലി ഞാൻ പറഞ്ഞ പോയിന്റ്. അത് ടെലഗ്രാമിൽ നിങ്ങൾ നേരത്തെ കണ്ടു കാണും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കള്ളമല്ല, നിങ്ങൾക്ക് ടെലഗ്രാമിൽ പോയി നോക്കാവുന്ന കേസാണ്. അപ്പോൾ നമ്മൾ വലിയ ട്രേഡറോ കാര്യങ്ങളോ അല്ല ഭീകരമായിട്ടുള്ള ആളൊന്നും അല്ല. പക്ഷേ നമ്മുടെ അനാലിസിസ് അറിയാവുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്നവർക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, പതുക്കെ പഠിപ്പിച്ചു കൊടുക്കും, പതുക്കെ അവരെയും ഈ ഒരു രീതിയിൽ അനലൈസ് ചെയ്യാനുള്ളൊരു രീതിയിലാക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഒരുപാട് പറഞ്ഞ് ബോറാക്കുന്നില്ല, നമുക്ക് നമ്മുടെ ലൈവ് ട്രേഡിങ്ങിലോട്ട് കിടക്കാം. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ.
സമയം ഇപ്പം 10:50 അപ്പോഴത്തേക്ക് ഇതാണ് ഞാൻ ഇവിടെ വെച്ചാണ് ഓൾറെഡി ഇപ്പം കോൾ ലിമിറ്റഡ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി. അപ്പോൾ നമ്മൾ ടെലഗ്രാമിൽ ഇതാണ്ട് എവിടെയായിരുന്നു നിങ്ങൾക്ക് ഇതാണ്ട് അതാണ്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം 36 എന്നുള്ളത് വാച്ചബിൾ ആണെന്നുള്ള അതിൻ്റെ താഴോട്ടുള്ള മെസ്സേജും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് ഇപ്പം സമയം 10:54 ഞാൻ ഇട്ടിരുന്ന സമയം 10:10 ഓക്കെ. അപ്പോൾ ഇവിടെ എൻ്റെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിഫ്റ്റി ഇതാണ്ട് ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഇറക്കം നമുക്ക് ഫസ്റ്റ് ലോ വരെ പ്രതീക്ഷിക്കാം. അതാണ് എൻ്റെ ടാർഗറ്റ്. ബട്ട് ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. ലൈവ് ട്രേഡിങ്ങിൽ ജസ്റ്റ് ഞാനൊരു പെർസെൻറ്റേജ് വൈസ് ചെയ്യാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇതൊന്ന് സൂം ചെയ്തോട്ടെ. ഇതൊന്ന് കുറച്ചൊന്ന് സൂം ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റെ ഓൾറെഡി ഇപ്പം നമ്മുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. അതിൽ ഒരു സെക്കൻഡ് സമയം വെച്ചിട്ട് 10:54 ഓക്കെ. ഓൾറെഡി നമ്മുടെ ഓർഡർ ഇപ്പോൾ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ പ്ലേസ് ആയിരിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ടെലഗ്രാമിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. 36,400 ആ ഒരു ലെവൽ വാച്ചബിൾ ആണ്. അപ്പോൾ എൻ്റെ CPR ലെവൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ ലിമിറ്റ് ഓർഡറിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പം ഇനിഷ്യൽ ലോ ഇന്നത്തെ ലോ വരെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഞാനിപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു വീക്ക്ലി പിവട്ട് എത്തുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പം ഫസ്റ്റ് എൻ്റെ ലൈവ് ട്രേഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മാക്സിമം എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പ്രകാരമാണെങ്കിൽ ഇതെന്തായാലും ബാങ്ക് നിഫ്റ്റി ഇനിഷ്യൽ ലോ വരെ വരണം. അതാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു വീക്ക്ലി പിവട്ടെങ്കിലും ഇന്ന് എന്തായാലും അത് ക്രോസ് ആവണം. വീക്ക്ലി പിവട്ട് എന്ന് പറഞ്ഞാൽ ചാർട്ടിൽ കാണുന്ന ഈ ഒരു ബ്ലാക്ക് കട്ടിക്കുള്ള ലൈനില്ലേ, അതാണ് നമ്മുടെ വീക്ക്ലി പിവട്ട് എന്ന് പറയുന്നത്. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പം നിഫ്റ്റിയിൽ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്ത് വരയ്ക്കാം. ദാണ്ടിട്ട് വരയ്ക്കാം. പച്ച കളർ സോറി കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അത് അല്ല, ബ്ലാക്ക് പറ്റില്ല, സോറി, നമുക്ക് ബ്ലൂ ആക്കാം. ബ്ലാക്ക് എൻ്റെ സ്വിങ് ഹൈയിൽ ഞാൻ മാർക്ക് ചെയ്യുന്നതാണ്. സോ ബ്ലൂ ലൈൻ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തൊരു ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു ഇറക്കം നമുക്ക് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് സീ. അതുപോലെ ഇത് നല്ല രീതിയിൽ അതുപോലെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ഇവിടം വരെ. സോ നോക്കാം നമുക്ക്. സോ ഓക്കെ, അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ലോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇപ്പം ഒരു 3000 രൂപ പ്രോഫിറ്റ് ആവുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എക്സിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സിറ്റ് ആയി സംഭവം എല്ലാം പെട്ടെന്ന് ഞാൻ കയറി. അതുപോലെ
പെട്ടെന്നൊക്കെ എക്സിറ്റ് ആയല്ലേ. അപ്പോൾ ഞാൻ തന്നെ ആ വീഡിയോയുടെ ഇടയിൽ ഞാൻ പറയുന്നുണ്ട് ഇത് നമുക്ക് ഇനിഷ്യൽ ലോ വരെ നമുക്ക് വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ പകുതി എത്തിയപ്പോൾ തന്നെ എക്സിറ്റ് ആയി. കാര്യം വേറൊന്നും അല്ല, നമ്മുടെ ലൈവ് ട്രേഡിംഗ് ആണ്. ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. ഇന്ന പോയിന്റ് എത്തുമ്പോൾ അത് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ടെലഗ്രാമിൽ ഇട്ടാണക്കാണ് ഞാൻ എൻ്റെ കോൾ എടുക്കുന്നത്, നിങ്ങൾക്ക് ലൈവായിട്ടൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിലൊന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ, അതുപോലെ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല ഡീറ്റെയിൽ ആയിട്ട്, അതിനെല്ലാം ഒരു സോറി. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈവ് ട്രേഡിംഗ് ആയാലും ഇതിനെപ്പറ്റി പഠിക്കാനായാലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായാലും എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നല്ല നല്ല ലെവൽസ് എങ്ങനെ മനസ്സിലാക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാവുന്ന എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ മാർക്കറ്റ് വളരെ ചുരുക്കി നമുക്കിത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് കാശ് ഉണ്ടാക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ് ചെയ്യാതെ അത് പഠിച്ചു വയ്ക്കാം. ഭാവിയിലേക്ക് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്നൊരു കാര്യമായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.